ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മനോഹരമായ വീഡിയോ ആണ്. നമ്മളുടെ ഹോം ഗാർഡനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഗാർഡനിൽ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളും പിന്നെ അതേപോലെ വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിൽ തന്നെ ഏറ്റവും മനോഹരമായൊരു വൈറ്റ് കളർ പൂവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മരത്തിൽ നമുക്ക് വെറ്റിലൻ്റെ ചെടിയാണിത്. വെറ്റില അങ്ങേയറ്റം മുകളിൽ വരെ പടർന്നിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള വെറ്റിലയാണ്. തമിഴ്നാട് വെറ്റില പോലെയല്ല, നല്ല എരിവുള്ള വെറ്റിലയാണ്. പിന്നെ ശംഖുപുഷ്പം പോലെയുള്ള പൂക്കളും, പിന്നെ ഇത് അസർമുല്ല എന്നാണ് നമ്മളുടെ നാട്ടിൽ പറയാറ്. മാങ്ങ നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാങ്ങയും ഇതിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. നല്ല മൂവാണ്ടൻ മാവാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ കൊല്ലവും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇതിൽ നിന്ന് മാങ്ങ കിട്ടാറുണ്ട്. ഉള്ളി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ടതാണ്, പക്ഷേ ഉള്ളി നന്നായി തന്നെ വരുന്നുണ്ട്. ആ നീളത്തിലുള്ള ഇലകളില്ലേ, അതാണ് ഉള്ളി. അതിൻ്റെ അപ്പുറത്തുള്ള ചെടി ഏതാണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇത് നമ്മുടെ പ്ലാവിൽ ഇടയ്ക്കിടയ്ക്ക് ചക്ക വരാറുണ്ട്, പക്ഷേ എന്നാലും നല്ല കായൊന്നും കാണാനില്ല. ഇത് നമ്മുടെ ചീരയാണ്, ഷുഗറുള്ളവർക്ക് നല്ലതാണ്. വഴുതനങ്ങ 1-2 കാഴ്ച നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. ആദ്യം വെച്ചപ്പോഴൊന്നും അധികം ഇലകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഒരു തണ്ട് പോലുള്ളൊരു ഇല ഇപ്പോഴാണ് മാറ്റി വെച്ചപ്പോൾ വരുന്നത്. ഇത് നമ്മളുടെ കാന്താരി മുളക്, നല്ല എരിവാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപ്പിലൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. കൊളസ്ട്രോളിനും എല്ലാത്തിനും നല്ലതാണെന്ന് പറയുന്നത് കേട്ടുന്നത്. അത്യാവശ്യം നല്ലോണം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മൾ ഓർഡർ വരുന്നതിന് മുമ്പ് ഉണക്കി പൊടിച്ച് റെഡിയാക്കി വെക്കും. ആദ്യം ഞാൻ കറ്റാർ വഴിയാണെന്നാണ് ആ ഡ്രാഗൺ ഫ്രൂട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എൻ്റെ അനിയത്തി പറഞ്ഞത് അത് കറ്റാർ വഴിയല്ല, ഡ്രാഗൺ ഫ്രൂട്ടാണെന്ന്. നല്ലോണം കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ വാഴൻ്റെ ഇലകളൊക്കെ നല്ലോണം കീറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ചീര, വഴുതനങ്ങ, അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നമ്മൾക്ക് നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടാറുണ്ട്. ഇത് നമ്മുടെ ഷുഗറിനൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ചീരയാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെച്ച് കഴിക്കാറുണ്ട്. പപ്പായൻ്റെ ചെടിയുണ്ട്, മുരിങ്ങൻ്റെ ചെടിയുണ്ട്. മുരിങ്ങയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള മുരിങ്ങയാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല്ലാത്ത ദിവസങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കയ്യിൽ മൈലാഞ്ചി പോകുമ്പോൾ ഇടുന്നൊരു ടൈപ്പാണ് കേട്ടോ ഞാൻ. അപ്പോൾ മൈലാഞ്ചി അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. ഇത് മണിത്തക്കാളിയാണ്. ഇത് ഒട്ടുമിക്ക പാലക്കാടൻ സൈഡിലൊക്കെ കാണുന്നതാണ്, വീടുകളിലൊക്കെ. മണിത്തക്കാളി നമുക്ക് കഴുകിയിട്ടൊക്കെ വെറുതെ തന്നെ കഴിക്കാൻ പറ്റും. മെഡിസിനൽ ബെനിഫിറ്റ്സൊക്കെ ഉണ്ട്, നല്ലൊരു ടേസ്റ്റിയാണ്. പിന്നെ കാട്ടുതക്കാളി എന്ന് നമ്മൾ പറയും കേട്ടോ. ഇതാണ് മാങ്ങ. ഇതും മാങ്ങൻ്റെ. പ്ലാവ് വെച്ചിട്ട് അധികം ആയിട്ടില്ലെങ്കിലും നല്ല ഇടതൂർന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ കൊമ്പുകളും ചെടികളൊക്കെ. ചെറിയ പ്ലാവാണ് കേട്ടോ. പിന്നെ നമ്മുടെ അവരയുണ്ട്, അവരൊക്കെ നല്ല രീതിക്ക് പന്തലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മണിത്തക്കാളിൻ്റെ ചെടി അവിടെയും ഇവിടെയൊക്കെ വീണിട്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻസിൽ രേഖപ്പെടുത്താം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.